താങ്കലാൻ പടം കണ്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചിയാൻ വിക്രമാണ് നായകനായിട്ട് വരുന്നത്. അതേപോലെ നമ്മുടെ പാർവതി തിരുവോത്തുണ്ട്, പിന്നെ മാളവിക ഉണ്ട്, പിന്നെ പാരഞ്ജിത്തിൻ്റെ പടമാണ്. അപ്പോൾ നമ്മൾ പാരഞ്ജിത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു ഗ്രാൻഡ് സംഭവത്തിലേക്ക് കടന്നേക്കണം. ഒരു നല്ല ബിഗ് ബഡ്ജറ്റ് പടമാണ്. പടം കണ്ടാൽ തന്നെ നമുക്കറിയാം പടത്തിൻ്റെ പ്ലോട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ മലയാള സിനിമയിലോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലോ ഇന്ത്യൻ സിനിമയിൽ വരെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡ സിനിമയിൽ നമ്മൾ KGF ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ആ ഒരു മൂഡ് കിട്ടിയിട്ടുണ്ടോ, മൂഡ് എന്നല്ല ഒരു സ്റ്റോറി ലൈനൊക്കെ ഏകദേശം അതൊക്കെ തന്നെയാണ് തീം വന്നത്. പക്ഷേ ഇത് സംഭവം ബ്രിട്ടീഷ് കാലഘട്ടമാണ് കാണിക്കണം. ഒരുപാട് പഴയ കാലഘട്ടത്തിൽ കാണിച്ചിട്ട് അന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ പ്ലോട്ട് എന്നൊക്കെ ആയിട്ട് വലിയ സംഭവമൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് കുറച്ച് ഗോൾഡ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ താങ്കലാൻ എന്ന് പറഞ്ഞ ഒരു ട്രൈബിൻ്റെ ഒരു നായകനാണ്. അതാണ് വിക്രം ചെയ്യുന്ന ക്യാരക്ടർ. ആ പുള്ളി ഇങ്ങനെ ട്രൈബിനെ കൂട്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ മന്ത്രവാദി സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ സംഭവത്തിലുണ്ട്. ഞാൻ കഥ അധികം പറയുന്നില്ല. അപ്പോൾ അവരെയും കൂട്ടി ഈ ഒരു ഗോൾഡ് മൈനിന് പോകണം. അപ്പോൾ അതിനിടയിൽ ഈ വിച്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് വന്നേക്കണം. ഇതിനകത്ത് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. വിക്രത്തിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലിലൊരു സംഭവമാണ് ഈ പടത്തിനകത്ത് ഇട്ടേക്കണം. ആ ബോഡീൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയാലും ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ കാണും. കാര്യമായിട്ട് കോസ്റ്റ്യൂമൊന്നും ഇതിനകത്ത് ഇല്ല. പക്ഷേ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറായിട്ട് മാറ്റിയിട്ട് മെലിഞ്ഞുണങ്ങിയ രൂപമൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഴ് ജീവിതത്തിൽ പൃഥ്വിരാജിനെ കണ്ട ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. അത്രയ്ക്ക് സ്ലിമ്മായി കാണിച്ചിട്ട് പവർഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി രക്ഷയില്ല. പല്ലിൻ്റെ അവിടുത്തെ ഒരു ചെറിയ മൈന്യൂട്ട് മേക്കപ്പ് വരെ നമ്മൾ ഈ പടത്തിനകത്ത് കണ്ടിരിക്കും. ഒരു തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നമ്മൾ OTTയിലെ സംഭവം പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല പടം. പിന്നെ സൗണ്ട് എഫക്റ്റ്, പാട്ടുകൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോരിത്തെരിപ്പിക്കുന്ന സംഭവത്തിലാണ് ഈ പടം കൊണ്ടുപോയേക്കണത്. അതേപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്ത് ചെയ്തേക്കുന്ന നല്ല നൈസ് ക്യാരക്ടറാണ്. അത് എന്താണെന്ന് പറയാനില്ല, തിയേറ്ററിൽ തന്നെ കണ്ടു മനസ്സിലാക്കാം. നല്ല വെറൈറ്റി സംഭവം വന്നേക്കണേ. അതേപോലെ തന്നെ നമ്മുടെ മാളിക ചെയ്തേക്കുന്നത് അതും കുഴപ്പമില്ല, നല്ല ഡീസൻ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വന്നേക്കണം ബാക്കി ഒരുപാട് ആക്ടേഴ്സ്, കോ ആക്ടേഴ്സ്, അതേപോലെ തന്നെ വലിയൊരു ക്രൂ ഈ പടത്തിനകത്തുണ്ട്. അതിനകത്ത് ഒരു ട്രൈബിൻ്റെ ചെറിയൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിനകത്ത്. അത് ബ്രിട്ടീഷുകാരായിട്ട് ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, അത് എൻ്റെ പൊന്നെ രക്ഷയില്ല. ആ രീതിയിലാണ് എൻ്റെ ഫൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു KGF ആയിട്ട് വേണ്ടി ലിങ്ക് ചെയ്തെടുക്കാം. അപ്പോൾ KGFിൽ നമ്മൾ കാണുന്ന എന്താ ഗോൾഡ് ഖനനം കാര്യങ്ങളൊക്കെ കാണുന്നത്, ഇതും അതേപോലെ സംഭവമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സംബന്ധമായിട്ട് അന്വേഷിച്ച് പോയിട്ട് ഇവിടെ പോയി സംഭവങ്ങൾ കിട്ടുമോ ഇല്ലയോ, ബ്രിട്ടീഷുകാരായിട്ട് എന്താണ് സംഭവം, എന്താണ് ഇഷ്യൂ, അതേപോലെ തന്നെ വിച്ചിൻ്റെ കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ വേറൊരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എത്തിയിട്ട് അവിടുത്തെ അന്നത്തെ ട്രൈബ് അനുഭവിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പടത്തിനകത്ത് കൂടി കാണാൻ പോകുന്നത്. വിക്രമാണ് ദി ബെസ്റ്റ് തമിഴ് സിനിമയിൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പഴയ ജനറേഷൻ കഴിഞ്ഞിട്ട് ഇന്നത്തെ ആ ഒരു ലീഡിങ് ആക്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ വിക്രത്തിന് അഭിനയത്തിന് വെട്ടാൻ ഒരു മനുഷ്യനും ഇപ്പോൾ നിലവിലില്ല എന്നാണ് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അത്രയ്ക്കുണ്ട് പടം, ടോപ്പ് ക്ലാസ് പടം, ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് പോയി കാണാം. ഇതാണ് താങ്കലാൻ. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. താങ്ക് യു.